മറ്റൊരു വാർത്തയിലേക്കാണ്. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് പണം നിക്ഷേപിച്ച സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലും ഉടമയുടെ വീട്ടിലും ഇഡി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നു. തിരുവല്ല നെടുമ്പറമ്പിൽ ഫൈനാൻസേഴ്സ് എന്ന സ്ഥാപനത്തിലും ഉടമ എൻ.എം. രാജുവിന്റെ വീട്ടിലുമാണ് ഇഡിയുടെ റെയ്ഡ്. വിവരങ്ങളുമായി പ്രസാദ് എം.ജെ ചേരുന്നു. പ്രസാദ്, ഇപ്പോൾ ഈ ഒരു കണ്ഠരര് രാജീവര് പണം നിക്ഷേപിച്ച ധനകാര്യ സ്ഥാപനത്തിലും ഉടമയുടെ വീട്ടിലുമാണ് ഇപ്പോൾ ഇഡിയുടെ പരിശോധന നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? SITയുടെ അന്വേഷണം അല്പം പ്രതിപക്ഷത്തിനും മറ്റുമൊക്കെ ആക്ഷേപത്തിന് ഇട കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. കാരണം നിരവധി പ്രതികളായിട്ടുള്ളവർ സ്വാഭാവിക ജാമ്യം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു വേളയിലാണ് ഇഡി ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കം ഇപ്പോൾ തിരുവല്ലയിൽ നടത്തിയിട്ടുള്ളത്. അതായത് ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവിന്റെ പണം നിക്ഷേപിച്ച സ്വകാര്യ സ്ഥാപനത്തിലും ഉടമയുടെ വീട്ടിലുമാണ് ഇഡി രാവിലെ മുതലേ പരിശോധന നടത്തുന്നത്. തിരുവല്ലയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഇയാൾ കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ട്രഷറർ കൂടിയായിരുന്ന എൻ.എം. രാജുവിന്റെ തിരുവല്ല നെടുമ്പറമ്പിൽ സിൻഡിക്കേറ്റ് ആൻഡ് ഫൈനാൻസ് എന്ന സ്ഥാപനത്തിലും എൻ.എം. രാജുവിന്റെ തിരുവല്ലയിലുള്ള വീട്ടിലുമാണ് ഇഡി റെയ്ഡ് നടത്തുന്നത്. അതായത് അന്ന് തന്നെ ഈ തന്ത്രി രാജീവ് കണ്ഠരര് ഈ സ്ഥാപനത്തിൽ ഏകദേശം 2.5 കോടി രൂപയോളം നിക്ഷേപിച്ചിരുന്നു. ഈ സ്ഥാപനം പൊട്ടിയതിനെ തുടർന്ന് ഈ പൈസയെക്കുറിച്ച് തന്ത്രി കണ്ഠരര് രാജീവര് പരാതി നൽകിയിട്ടില്ലെന്ന് ഉള്ള ഒരു അടിസ്ഥാനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം പത്തനംതിട്ട സ്വദേശിയുമായ മുൻ ജില്ലാ സെക്രട്ടറിയുമായ AP ഉദയഭാനുവാണ് ഈ വിഷയം AK ആന്റണിയുമായി കോൺഗ്രസിന്റെ പത്തനംതിട്ട MP AK ആന്റണിയുമായി ബന്ധിപ്പിച്ച് ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഈ ആരോപണത്തിന്റെ എല്ലാം കൂടെ അടിസ്ഥാനത്തിലാണ് ഇഡി ഇപ്പോൾ റെയ്ഡ് നടത്തുന്നത്. ഏകദേശം 2.5 കോടി രൂപയാണ് ഈ നെടുമ്പറമ്പിൽ ബാങ്കിൽ രാജീവ് കണ്ഠരര് നിക്ഷേപിച്ചെന്നുള്ളതും പറയുന്നു. സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ച് ഈ ബാങ്ക് പിന്നെ നിരവധി നിക്ഷേപകരിൽ നിന്നും പണം സ്വീകരിക്കുകയും തുടർന്ന് കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ബാങ്ക് പൂട്ടിപ്പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അപ്രതീക്ഷിതമായി ഈ തിരുവല്ലയിലെ ഈ ബാങ്കിന്റെ ഉടമസ്ഥ എൻ.എം. രാജുവിന്റെ വീട്ടിലും തുടർന്ന് തിരുവല്ലയിലെ ഈ ബാങ്കിന്റെ ആസ്ഥാനത്തും ഇഡി ഇപ്പോൾ റെയ്ഡ് നടത്തുന്നത്. BP ശരി. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് പണം നിക്ഷേപിച്ച സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലും അതുപോലെ തന്നെ ഉടമയുടെ വീട്ടിലും ഇഡി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ്. തിരുവല്ല നെടുമ്പറമ്പിൽ ഫൈനാൻസേഴ്സ് എന്ന സ്ഥാപനത്തിലും ഉടമ എൻ.എം. രാജുവിന്റെ വീട്ടിലുമാണ് ഇഡിയുടെ റെയ്ഡ്. പ്രസാദ് MG ആണ് വിവരങ്ങൾ നൽകിയത്.